അധികം ബുദ്ധിമുട്ടില്ലാണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുന്തിരി വൈനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സാധാരണ മുന്തിരി വൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ അടർത്തി എടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒന്നുകിൽ ഉണക്കി എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഈർപ്പമൊക്കെ തുടച്ചിട്ട് മാക്സിമം ഈർപ്പം കളഞ്ഞെടുക്കണം. ഇല്ലെങ്കിൽ മുന്തിരി വൈൻ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അതിന് ചെറിയൊരു പുളിരസം വരാറുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഒഴിവാക്കിയിട്ട് പുളിരസം വരാത്ത വിധത്തിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ മുന്തിരിക്ക് ഒരു 1/2 കിലോ മുതൽ 3/4 കിലോ വരെ കണക്കാക്കിയിട്ട് പഞ്ചസാര എടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കിലോ ആണ് എടുക്കുന്നത്. അതിൽ പകുതി ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ മുന്തിരി വൈനിന് നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം പഞ്ചസാര ഇട്ടാലും മതി. പഞ്ചസാര ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഞാനൊരു 2 ഗ്രാമ്പൂ 2 ഏലക്കായും 1 പട്ടായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുന്തിരി ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് കുരുവില്ലാതെ ഓൾറെഡി അടർത്തി എടുത്തതിന് ശേഷം 1 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നന്നായിട്ട് നമുക്ക് സ്പൂണൊക്കെ വെച്ചിട്ട് ഉടച്ചിട്ട് എടുത്താലും മതി. ഞാൻ മിക്സിയിൽ അടിച്ചാണ് എടുത്തിരിക്കുന്നത്. അതും നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ബാക്കി ഉണ്ടായിരുന്ന പഞ്ചസാരയെ ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ചൂട് മാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചു വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഈസ്റ്റും ഗോതമ്പും ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 സ്പൂൺ കണക്കാക്കിയിട്ട് ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നുറുക്ക് ഗോതമ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഏത് ഗോതമ്പ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതിനുശേഷം മരത്തടി കൊണ്ടൊന്ന് ഇളക്കിയിട്ട് ഭയങ്കര ടൈറ്റ് ആക്കാണ്ട് ഒന്ന് അടച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒരു തുണിയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് കെട്ടിയിട്ട് ഇരുട്ടുള്ള റൂമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഡെയിലി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മരത്തടി കൊണ്ട് ഇളക്കി കൊടുക്കണം. 7 ദിവസം ഇതുപോലെ ഇളക്കി കൊടുക്കാം. പിന്നെയുള്ള 7 ദിവസം ഇങ്ങനെ ഇളക്കാണ്ട് വെച്ചതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം.